ഹായ് മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾ എല്ലാവരും തമ്മിലേൻ കണ്ടു വന്നതാണ് നമ്മളുടെ USSന്റെ പ്രൊഫഷണൽ ആൻസർ കീ അഥവാ ഗവൺമെന്റ് ഇറക്കി ആൻസർ കീ ഇറങ്ങിയിരിക്കുകയാണ്. മക്കളെ, ഈ പ്രാവശ്യത്തെ എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു, അടിപൊളിയായിട്ട് നമ്മൾ എഴുതിയതാണ്. നമുക്ക് നോക്കാം എത്ര മാർക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടി വരികയാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ. മാത്രമല്ല, ഇനി നമുക്ക് NMS എക്സാമിനേഷൻ ഒക്കെ വരുന്നതാണ്. അതുകൊണ്ട് ക്ലാസ് 8 ചാനൽ നിങ്ങൾക്ക് അറിയാം, ക്ലാസ് 8 ചാനൽ എല്ലാ മക്കളും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി എല്ലാ അപ്ഡേഷനും നമ്മൾ അതിലാണ് നൽകുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. മക്കളെ, 63 മാർക്ക് വാങ്ങിയാൽ മതി. 63 മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് USS എന്ത് ചെയ്യാൻ കിട്ടും എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആൻസർ കീ വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് ഇന്നാണ് ആൻസർ കീ വന്നിരിക്കുന്നത്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം മക്കളെ, USS കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും ഒരുപാട് എക്സാമുകൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാം NMS എക്സാമിനേഷൻ ഉണ്ട്, SS സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഉണ്ട്, ഒരുപാട് എക്സാമുകളുണ്ട്. എക്സാമുകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും 8ാം ക്ലാസ്സിലെ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. മക്കളെ മറക്കേണ്ട, യോധ ബാച്ച് ആകെ ലിമിറ്റഡ് സ്ലോട്ട് മാത്രമാണ് ഈ പ്രാവശ്യം ഒറ്റ ബാച്ച് എടുക്കുന്നത്. മക്കളെ, USS സെറ്റ് ആക്കിയ പോലെ നമുക്ക് എന്ത് ചെയ്യണം, 8ാം ക്ലാസ് സെറ്റ് ആക്കണം. വെറും 2990 രൂപയ്ക്ക് നിങ്ങൾക്ക് ബാച്ച് അലോക്കേറ്റ് ചെയ്യാണ്, നിങ്ങൾ നൽകാൻ വേണ്ടി പോവാണ്. സോ മക്കളെ എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക. വേഗം തന്നെ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ വിളിക്കുക. സോ നമ്മൾ നോക്കുകയാണ് എന്താണ് പരീക്ഷാ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഈ വർഷത്തെ ഫെബ്രുവരി 27-ാം തീയതി നടന്ന ഫെബ്രുവരി 27-ാം തീയതി നടന്ന USS പരീക്ഷയുടെ താൽക്കാലിക ഉത്തര സൂചിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി ഉത്തര സൂചികയിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ, അഥവാ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് D ആണെങ്കിൽ, നിങ്ങൾ പറയാണ് ഇത് അതല്ല, ഈ ഓപ്ഷനും ശരിയാണ് നിങ്ങൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, പരാതി കൊടുക്കാനുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതെന്ത് ചെയ്യണം എന്നാണ് മക്കളെ, 22/3/2025 22/3 കുറച്ച് ദിവസമേ ഉള്ളൂ കേട്ടോ. അതിനുള്ളിൽ 5 മണിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യുക, നേരിട്ട തപാൽ മാർഗം എന്ത് ചെയ്യുക, പരീക്ഷാ ഭവന് അയച്ചു കൊടുക്കുക. ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ട, പറഞ്ഞു തരുന്നുണ്ട് മക്കൾക്ക്. സോ നമ്മള് ആകാംക്ഷയായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ ആൻസർ കീ ഇവിടെ വന്നിരിക്കുകയാണ്. മലയാളത്തിനെ കൃത്യമായിട്ട് നോക്കാം. സെറ്റ് എയിലുള്ളത് നോക്കാട്ടോ. 1 D ആണ്, 2 B ആണ്, 3 D ആണ്, 4 B ആണ്. ഈ രീതിയിൽ വന്നിരിക്കുന്നു. ഒന്ന് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, കിട്ടുന്നത് എത്രയാണെന്ന് നോക്കാം. അതേപോലെ തമിഴ് എടുത്തവരുണ്ടെങ്കിൽ, ഫസ്റ്റ് ലാംഗ്വേജ് തമിഴാണെങ്കിൽ തമിഴിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത കന്നഡയാണെങ്കിൽ കന്നഡ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറബിക്ക് എടുത്തവരുണ്ടാവും. അറബിക്കിനാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ഇതേപോലെ നിങ്ങൾക്ക് എന്തിനാ കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്യേണ്ട മക്കളെ, എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കാം. ഇപ്പൊ ഇതിൽ 15 ക്വസ്റ്റ്യൻ ഒരു 10 മാർക്ക് കിട്ടിയാൽ മക്കൾക്ക് എന്ത് ചെയ്തു, ഒരു സേഫ് സോണിലേക്ക് എത്തും കേട്ടോ. അതേപോലെ തന്നെ അടുത്തതാണ് ഉറുദു എന്തെങ്കിലും മക്കൾ ചെക്ക് ചെയ്യുക. ഉറുദുവിൽ ഏകദേശം വരുന്ന നോക്കിട്ടോ. നമ്മൾ അന്നേ പറഞ്ഞ സാധനം ഉണ്ട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ BO CO നോക്കണം പറഞ്ഞു. എത്ര Bയും Cയും ഒക്കെ നോക്കിട്ടോ. അതൊക്കെ വേറെ കാര്യമാണ്, നമുക്ക് പറയാം. NMSനൊക്കെ എടുക്കേണ്ട കാര്യങ്ങളുണ്ട് പറഞ്ഞിട്ടുണ്ട്. സംസ്കൃതം നോക്കിട്ടോ. സംസ്കൃതം തന്നെ മക്കൾ നോക്കുക. സംസ്കൃതത്തിൽ എത്രയാണ് വന്ന് നോക്കാം. അതേപോലെ മലയാളം സെക്കൻഡ് എടുത്ത ആൾക്കാരുണ്ടാവും. മലയാളം സെക്കൻഡിൽ കാണാം ഏത് രീതിയിലാണ് വരുന്നത്. എല്ലാവർക്കും ഒരു മലയാളം നിർബന്ധമായിട്ട് എഴുതണമല്ലോ. അതിൽ കാണാം. നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ സെറ്റ് ചെയ്യാൻ നോക്കുക, സെറ്റ് B നോക്കുക. ആ രീതിയിൽ എന്ത് ചെയ്യാൻ മക്കൾ നോക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, തമിഴ് പേപ്പർ ഇതൊക്കെ നോക്കുക. സോ അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് നോക്കാം. നമുക്കറിയാം 20 മാർക്കോളം വരുന്ന മാത്തമാറ്റിക്സ് ഉണ്ട്. അതിൽ നിങ്ങൾ ശരിയായത് എത്ര ഉണ്ടെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എന്റെ മക്കളൊന്ന് നോക്കിയിരിക്കണം. ഇംഗ്ലീഷിന്റെ വന്നിരിക്കുന്നു. നിങ്ങളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് മക്കളൊന്ന് നോക്കുക. ബേസിക് സയൻസിലും എത്ര മാർക്ക് നിങ്ങൾ കിട്ടിയെന്ന് നോക്കുക. അതേപോലെ തന്നെ നമ്മളുടെ സോഷ്യൽ സയൻസ് അതിലും മാർക്ക് നോക്കുക. ഇത് മൊത്തമായിട്ട് നോക്കുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് 90-ൽ ഒരു 63 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് USS കിട്ടിയിട്ടുണ്ടാവും. എന്റെ മക്കളെല്ലാവരും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എത്ര മാർക്ക് ഉണ്ട് എന്ന് കൃത്യമായിട്ട് പറയാം. മക്കളെ, ഒരു കാര്യം പറഞ്ഞുതരാം, USS കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയുള്ള ഒരുപാട് എക്സാമുകളുണ്ട്. NMS എക്സാമിനുണ്ട്, ഒരുപാട് എക്സാമുകളുണ്ട്. എനിക്കറിയാം, ഞാൻ എന്റെ മക്കൾ എപ്പോഴും പറഞ്ഞതാണ്, എനിക്കൊക്കെ USS പോയത് കുറച്ച് മാർക്കിന് മാത്രമാണ്. അതേപോലെ ഒരുപാട് മക്കൾക്ക് പോയിട്ടുണ്ടെങ്കിൽ മക്കളെ, നമ്മൾ അടുത്ത പോയും NMS ആണ്. ആ NMS മറക്കണ്ട. 8ാം ക്ലാസ് കിടിലാക്കിയപ്പോൾ പഠിക്കണം. ഒരു കാര്യം കൂടി ഉണ്ട്, 8ാം ക്ലാസ് അടുത്ത വർഷം ബുക്ക് കൂടി മാറാണ്. ആ സമയത്ത് NMS 8ാം ക്ലാസ്സിൽ ബുക്ക് മാറാൻ നിങ്ങൾക്ക് പ്രയാസം വരും. അതുകൊണ്ട് തന്നെ മക്കളെ പറയുന്നത്, നിങ്ങൾ വേഗം തന്നെ നമ്മളുടെ യോദ്ധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത മക്കളെ, നമ്മൾ അടിപൊളിയായിട്ട് USS അല്ല NMS നേടിയിരിക്കും 100%. USS നേടിയ ഒരുപാട് മക്കളുണ്ടെങ്കിൽ കൺഗ്രാറ്റ്സ്, അടിപൊളിയാക്കാം. റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യം നമുക്ക് സെറ്റപ്പ് ആക്കി മാറ്റണം. അതിന്റെ ശേഷം NMS അതേപോലെ ബാക്കിയുള്ള എക്സാമുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അടിപൊളിയാക്കി മാറ്റണം. മക്കളെ,
ഇതുവരെ സൈൽ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്കും 8ാം ക്ലാസ്സിൽ നിങ്ങളെ കൂടെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. സോ വെൽക്കം ടു യോധ ഫാമിലി. എല്ലാ മക്കളും വേഗം യോധ ഫാമിലിയിലേക്ക് വാ. നമ്മൾ ഒരുമിച്ച് അടിപൊളിയാക്കി സെറ്റ് ആക്കിയിട്ട് പഠിക്കും. എല്ലാം അടിപൊളിയാക്കാന്ന് വേഗം തന്നെ താഴെ കണ്ട നമ്പറിലേക്ക് എന്ത് ചെയ്യുക, വിളിക്കുക. നിങ്ങളെ മാർക്ക് നോക്കുക, അടിപൊളിയാക്കുക. ആൻസർ കീയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മക്കളെ എന്ത് ചെയ്യുക, അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പറഞ്ഞത് മാറ്റുക. ഇനി ആൻസർ കീന്റെ ഒരു ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. ആ ലിങ്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, PDF നിങ്ങൾക്ക് കിട്ടും. സെറ്റ് ആക്കിയിട്ട് മാറ്റുക. സോ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ എന്ത് സബ്സ്ക്രൈബ് ചെയ്യുക. യൂസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാനൽ നമ്മൾ പറയുന്നതാണ്. മാക്സിമം ആൾക്കാർക്ക് നിങ്ങളെ യൂസ് ചെയ്ത ഫ്രണ്ട്സിനും നിങ്ങളെ ബാക്കിയുള്ള ഫ്രണ്ട്സിനും ഒക്കെ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നമുക്ക് ഇനിയും കാണാം മക്കളെ. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. USS എല്ലാവർക്കും കിട്ടട്ടെ.